ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവു വരളുമ്പോൾ കാതാരും പൈതലിൻ കരച്ചിൽ കേട്ടവരെന്നാൽ മതാകം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താൽ നാവു വരളുമ്പോൾ കാതാരും പൈതലിൻ കരച്ചിൽ കേട്ടവരെന്നാൽ മതാകം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 5-ാം സങ്കീർത്തനം 8-ാം വാക്യം. യഹോവേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ. എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർ അവരുടെ സാധാരണ ജീവിതത്തിൽ കടന്നുപോകുന്ന സംഘർഷങ്ങളെ ഈ സങ്കീർത്തന വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. സംഘർഷങ്ങളുടെ മധ്യത്തിൽ ദൈവിക പ്രമാണങ്ങളിൽ തന്നെ തുടരുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത്. ഒരു കുട്ടിയെ പിതാവ് നടത്തുന്നത് പോലെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തി എൻ്റെ മുൻപിലുള്ള നിന്റെ വഴി നിരപ്പാക്കി തരണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പ് ഭക്തന് എപ്പോഴും ആവശ്യമാണ്, പ്രത്യേകിച്ചും ശത്രുക്കളുടെ മധ്യത്തിൽ. കാരണം അവൻ നമ്മെ കൈപിടിച്ച് നടത്തും. പ്രിയ സ്നേഹിതരെ, കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ച് ശത്രുക്കളുടെ മധ്യത്തിൽ അവൻ്റെ കരം പിടിച്ച് നമുക്ക് യാത്ര ചെയ്യാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ കരങ്ങളിൽ സുരക്ഷിതരായി മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.